നിങ്ങളുടെ മുടി സ്റ്റൈലിനു വേണ്ടി മാത്രമല്ല, അത് നിങ്ങളുടെ നാഡീവ്യവസ്ഥയുടെയും ആത്മാവിന്റെയും ഒരു വിപുലീകരണമാണ്. മുടി കെരാറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഊർജ്ജം വഹിക്കുന്ന ഒരു ക്രിസ്റ്റലിൻ പ്രോട്ടീനാണ്. പുരാതന യോദ്ധാക്കൾ, സന്യാസിമാർ, യോഗികൾ എന്നിവർക്ക് നീളമുള്ള മുടി സെൻസറി പെർസെപ്ഷൻ, രാത്രി കാഴ്ച, സൂക്ഷ്മ അവബോധം എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് അറിയാമായിരുന്നു. നിങ്ങളുടെ മുടി നിങ്ങളുടെ നാഡീവ്യവസ്ഥയുടെ ഒരു ബയോഇലക്ട്രിക് എക്സ്റ്റൻഷനാണ്. നിങ്ങളുടെ മനസ്സ് മറക്കുന്നത് നിങ്ങളുടെ മുടി ഓർമ്മിക്കുന്നു. നിങ്ങൾ ട്രോമയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മുടി ആ ഫ്രീക്വൻസി എൻകോഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ മുടി മുറിക്കുമ്പോൾ അത് ഒരു വൈകാരിക മോചനമായി തോന്നുന്നത്. ഇത് പ്രതീകാത്മകമല്ല. ഒരു ഹെയർ കട്ട് എന്നത് വൈബ്രേഷണൽ മെമ്മറിയുടെ അക്ഷരാർത്ഥത്തിൽ കൊഴിയലാണ്. നിങ്ങളുടെ മുടി നിങ്ങളുടെ ആത്മാവിന്റെ സോളാർ ആന്റിനയാണ്. ഉദ്ദേശ്യവുമായി യോജിപ്പിക്കുമ്പോൾ അത് അവബോധത്തെ വർദ്ധിപ്പിക്കുകയും സ്വപ്നങ്ങളുടെ ഓർമ്മ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ആന്തരിക ഊർജ്ജത്തെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ആവൃത്തിയുമായി സമന്വയിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആത്മീയ വംശജർ അവരുടെ മുടി ക്രിസ്റ്റൽ കോട്ടുകൾ കൊണ്ട് മെടഞ്ഞും പൊതിഞ്ഞും അലങ്കരിച്ചും ഇരിക്കുന്നത്. ഇത് ഫാഷൻ വേണ്ടി മാത്രമല്ല, പ്രവർത്തനത്തിനും വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് അവതാറിൽ അവൻ തന്റെ മുടി മാതൃവൃക്ഷം കൊണ്ട് പിന്നി തുടർന്ന് പ്രാർത്ഥിക്കുന്നത്. ഇത് നിങ്ങളുടെ നാഡീവ്യവസ്ഥയുടെ ഒരു വിപുലീകരണമാണ്. നിങ്ങളുടെ മുടി ഒരു അനുബന്ധം എന്നതിലുപരി ഇത് നിങ്ങളുടെ ബോധത്തിന്റെ ഒരു വിപുലീകരണമാണ്. അത് വളരുക മാത്രമല്ല ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സ് മറന്നുപോകുമ്പോഴും അത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും പരിസ്ഥിതിയെയും ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ മുടി ഒരു അലങ്കാരം മാത്രം അല്ല, അത് നിങ്ങളുടെ ജീവിതകഥയും നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജവും നിങ്ങൾ രൂപപ്പെടുന്ന പുതിയ സ്വഭാവവും ശാന്തമായി വഹിക്കുന്ന ഒരു ഭാഗമാണ്.